നമസ്കാരം സർ. നമസ്തേ അഞ്ജന. പ്രീ പോൾ സർവേയുടെ കാലമാണല്ലോ. പലരും പലതാണ് പറയുന്നത്. പോൾ സർവേകളും തിരഞ്ഞെടുപ്പും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സാറിന്റെ അഭിപ്രായം എന്താണ്? അതൊരു 1400 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു ഈ അവസാനത്തെ പ്രവാചകൻ വന്നത്. മുഹമ്മദ്. പ്രവാചകന്മാർ ഭാവി പ്രവചിക്കും. പ്രവാചകന്മാർ മരിച്ചുപോയ ശേഷവും അനുയായികൾ അവർ പ്രവചിച്ചതിനനുസരിച്ച് ജീവിക്കും. അവരുടെ പ്രവചനത്തിനനുസരിച്ച്. ആരെങ്കിലും പ്രവാചകന്മാർ ചെയ്തതുപോലെ സ്വന്തം പാത വിട്ടു തുടങ്ങിയാൽ അവനെ പ്രവാചകന്റെ അനുയായികൾ തല്ലിക്കൊല്ലും. പ്രവാചക കുലം അന്യം നിന്നു പോയ ശേഷം അതിമാനുഷിക കഴിവുകളുള്ള ത്രികാലജ്ഞാനികൾ വന്നു. അവരുടെ കുലം ഇപ്പോഴും ഉണ്ട്. മുഖം നോക്കി ലക്ഷണം പറയും, കൈരേഖ നോക്കി ഭൂതവും ഭാവിയും പറയും, ജനിച്ച നക്ഷത്രം നോക്കി ജനിക്കാൻ പോകുന്ന നക്ഷത്രങ്ങളെ കുറിച്ച് പറയും, വരാൻ പോകുന്ന വിപത്തുകളെ മനക്കണ്ണുകൊണ്ട് കാണും. വിപത്തുകൾ അവ ദൈവം നിശ്ചയമാണെങ്കിൽ പോലും തടഞ്ഞു നിർത്താനുള്ള പൂജാകർമ്മങ്ങൾ പറയും. ജ്യോതിഷാലയങ്ങൾക്ക് പുറമെ റോഡ് വക്കിലും ആൽമര ചുവട്ടിലും തെളിയാത്ത കൈരേഖ തെളിഞ്ഞു കാണാനുള്ള ലെൻസും കയ്യിൽ പിടിച്ചുകൊണ്ട് ത്രികാലജ്ഞാനികൾ ഇരിക്കുന്നുണ്ട്. ഭാവി പ്രവചിക്കും. ദക്ഷിണ കൊടുക്കണം. കൂലിയല്ല, വെറും ദക്ഷിണ. എന്നാൽ ഇക്കൂട്ടരെ ഒക്കെ കടത്തിവിട്ടുന്ന ഒരു കൂട്ടം ത്രികാലജ്ഞാനികളും വഴിക്കടവ് ജ്യോത്സ്യന്മാരും ഇപ്പോൾ കൂടുതലായി കാണുന്നത് മാധ്യമങ്ങളിലാണ്. അവർ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലം പ്രവചിക്കും. ഇന്ന സ്ഥാനാർത്ഥി ഇന്ന മണ്ഡലത്തിൽ നിന്നാൽ വിജയിക്കും എന്ന് പ്രവചിക്കും. ചില കൂടിയ ഇനം മാധ്യമ പ്രവാചകർ ഇന്നയാൾ ഇന്ന മണ്ഡലത്തിൽ ഇത്ര വോട്ടിന് ജയിക്കും എന്ന് വരെ കൃത്യമായി പ്രവചിക്കും. മാധ്യമരംഗം കച്ചവടക്കാരന്റെയും കൂട്ടുകൊടുപ്പുകാരന്റെയും വിഹാരമായി മാറിയിട്ട് നാളേറെയായി. അതോടെ മാധ്യമത്തിന്റെ മാറ്റുരച്ച് നോക്കുന്നത് വായനക്കാരുടെ അല്ലെങ്കിൽ ശ്രോതാക്കളുടെ എണ്ണം നോക്കിയാണ്, മാധ്യമ ധർമ്മം നോക്കിയല്ല. അതങ്ങനെയാണ്. കച്ചവടക്കാരൻ എന്ത് നടത്തിയാലും അതിൽ പൈസയുടെ കണക്കുണ്ട്. നല്ല സാധനം വിൽക്കുക എന്നതല്ല, നല്ല ലാഭം കൊയ്യുക എന്നതാണ് നല്ല കച്ചവടക്കാരന്റെ ധർമ്മം. അതുകൊണ്ട് തന്നെ ക്ഷാമം വരുന്നത് കച്ചവടക്കാരൻ തന്റെ ത്രികാലജ്ഞാനം കൊണ്ട് ഗണിച്ചറിയും. സാധനങ്ങൾ പൂഴ്ത്തിവെക്കും. പൂഴ്ത്തിവെച്ച സാധനങ്ങൾ പിന്നെ വില കൂട്ടി വിൽക്കും. ക്ഷാമം എല്ലാവരെയും ശോഷിപ്പിക്കുമ്പോൾ കച്ചവടക്കാരനെ കൊഴുപ്പിക്കും. കച്ചവടക്കാരൻ മാധ്യമം നടത്തുമ്പോഴും അത് തന്നെ. ജേർണലിസം ക്ഷയിക്കും, മാധ്യമ മുതലാളി കൊഴുക്കും. കച്ചവടത്തിന് ധാർമ്മികതയില്ല. യുദ്ധമുന്നണിയിലെ പോലെയാണ്. എല്ലാം അനുവദനീയം. അതുകൊണ്ട് തന്നെ കച്ചവടക്കാരൻ നടത്തുന്ന മാധ്യമത്തിലും ജേർണലിസം ഇല്ല, ജീർണലിസം മാത്രമേ ഉള്ളൂ. ജേർണലിസത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിലൊന്ന് അത് നടന്ന സംഭവത്തെ റിപ്പോർട്ട് ചെയ്യുക എന്നതാണ്. റിപ്പോർട്ടിംഗ് ഈസ് ഇൻ പാസ്റ്റ് ടെൻസ്. പ്രസന്റ് ടെൻസിലുള്ള റിപ്പോർട്ടിങ്ങിനെ കമന്ററി എന്നാണ് പറയുക. ക്രിക്കറ്റ് കമന്റേറ്ററും സ്പോർട്സ് ജേർണലിസ്റ്റും രണ്ടും രണ്ടാണ്. ഫ്യൂച്ചർ ടെൻസിൽ ജേർണലിസം ഇല്ല, അത് മറ്റെന്തോ ആണ്. പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ കാറ്റടിച്ചാൽ മതി, മാധ്യമങ്ങളിൽ ലാപ്ടോപ്പ് ജേർണലിസ്റ്റുകളും പ്രവചനങ്ങൾ തുടങ്ങും. പ്രൊഫറ്റിക് ജേർണലിസം. സ്വയം പ്രവാചകരായി മാറിയതിന്റെ ആനന്ദവും അഹങ്കാരവും അവരുടെ വാക്കുകളിൽ തെളിയും. പ്രീ പോൾ സർവേ 1950കളിൽ തന്നെ തുടങ്ങിയെങ്കിലും ടെലിവിഷൻ വന്നതോടെ 1990കളിലാണ് പത്രപ്രവർത്തനത്തിന്റെ ഒരു നെസസറി ഇൻഗ്രീഡിയന്റ് ആയിട്ട് പ്രീ പോൾ സർവേ മാറിയത്. ഇന്ത്യയിലെ ഏറ്റവും നിലവാരമുള്ളതെന്ന് കരുതപ്പെടുന്ന പോൾ സർവേ നടത്തുന്ന ഏജൻസിയാണ് ദില്ലി ആസ്ഥാനമായുള്ള സെന്റർ ഫോർ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസ്, CSDS. 1965 മുതൽ പോൾ സർവേ നടത്തി വരുന്നതാണ് CSDS. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ആകെ വോട്ടർമാർ 97 കോടി. അതിൽ 64 കോടിയിലേറെ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി. 2024 CSDS നടത്തിയ പ്രീ പോൾ സർവേയിൽ 19 സംസ്ഥാനങ്ങളിൽ നിന്നായി 100 പാർലമെന്റ് മണ്ഡലങ്ങളിലെ 10,019 പേരെ സർവേ നടത്തിയാണ് തെരഞ്ഞെടുപ്പ് പ്രവചനം നടത്തിയത്. 97 കോടി വോട്ടർമാരിൽ ഈ 10,019 എന്ന് പറയുന്ന വോട്ടർമാർ എത്ര നിസ്സാരമായ ഒരു സാമ്പിൾ ആണെന്ന് നോക്കുക. മറ്റേതെങ്കിലും ഒരു സോഷ്യൽ സയൻസ് സർവേക്ക് ഇത്രയും നിസ്സാരമായ സാമ്പിൾ എടുക്കാൻ അനുവദിക്കുമോ?
എന്തിനാണ് ഇത്തരം തെരഞ്ഞെടുപ്പ് സർവേകൾ? ജനാധിപത്യത്തിന്റെ ഏറ്റവും ശക്തമായ മുഖങ്ങളിലൊന്നാണ് നീതിപൂർവമായ തെരഞ്ഞെടുപ്പ്. അത് ജനങ്ങൾക്ക് സ്വതന്ത്രമായി അവരുടെ വോട്ടവകാശം നിർണയിക്കാനുള്ള അവകാശമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞാൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഇത്തരം തെരഞ്ഞെടുപ്പ് സർവേകളും അത് നടത്തുകയോ സഹകരിക്കുകയോ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളുമാണ്. കഷ്ടിച്ച് 25% താഴെ മാത്രമേ കമ്മിറ്റഡ് വോട്ടേഴ്സ് ഉള്ളൂ. അവർ വിശ്വസിക്കുന്ന പാർട്ടിക്കോ അല്ലെങ്കിൽ ആ വ്യക്തിക്കോ മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ. അവരെ ഇത്തരം സർവേ ഫലങ്ങൾ യാതൊരു തരത്തിലും ബാധിക്കില്ല. ബാക്കി 75% ജനങ്ങളെ അല്ലെങ്കിൽ വോട്ടർമാരെ ഇത്തരം സർവേ ഫലങ്ങൾ ബാധിക്കും. തീർത്തും അശാസ്ത്രീയമായ ഇത്തരം തെരഞ്ഞെടുപ്പ് സർവേകൾ എല്ലാം തെരഞ്ഞെടുപ്പ് സർവേ നടത്തുന്ന കച്ചവട സ്ഥാപനത്തിന്റെയോ മാധ്യമ സ്ഥാപനത്തിന്റെയോ രാഷ്ട്രീയ താല്പര്യമനുസരിച്ച് അവർ തന്നെ അട്ടിമറിക്കുന്നതാണ്. വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇത്തരം തെരഞ്ഞെടുപ്പ് സർവേകൾക്ക് കഴിയും. ഈ സർവേകളുടെ ഒക്കെ ഉദ്ദേശവും ഇത് മാത്രമാണ്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആരാണ് ജനപ്രതിനിധി എന്നറിയാമെന്നിരിക്കെ എന്തിനാണ് ഇത്തരം ഭോഷ്കുകൾ? തെരഞ്ഞെടുപ്പ് സർവേകളിൽ എന്തെങ്കിലും സത്യസന്ധതയുണ്ടെങ്കിൽ സർവേകൾ വസ്തുതയാണ് പുറത്തു കൊണ്ടുവരുന്നതെങ്കിൽ ആര് സർവേ നടത്തിയാലും ഒരേ ഫലം തന്നെയല്ലേ കിട്ടുക? എന്നാ നോക്കുക, മലയാള മനോരമ സർവേ നടത്തുമ്പോൾ ഒരു ഫലവും, ദേശാഭിമാനി അതേ സ്ഥലത്ത് സർവേ നടത്തുമ്പോൾ മറ്റൊരു ഫലവും, ജനം TV നടത്തുമ്പോൾ മൂന്നാമതൊരു ഫലവും കിട്ടുന്നത് എന്തുകൊണ്ടാണ്? മാത്രമല്ല ഓരോ ഫലവും അവരവരുടെ മാധ്യമത്തിന്റെ രാഷ്ട്രീയ ചായ്വ് പ്രകടമാക്കുന്ന രീതിയിലാകുന്നത് എന്തുകൊണ്ടാണ്? ഇനി ഇപ്പോൾ സർവേ സത്യസന്ധവും ശരിയായ പ്രഖ്യാപനവുമാണ് എന്ന് കരുതുക, വേറൊരു അസംഷൻ അങ്ങനെ കരുതുകയാണെങ്കിൽ എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്? ഈ ഫലം നോക്കി അങ്ങ് വിധി പ്രഖ്യാപിച്ചാൽ പോരെ? എത്ര കോടി രൂപയാണ് ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെലവാക്കുന്നത്? അത് ലാഭിച്ചൂടെ? ഞാൻ കണക്ക് പറയുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആകെ ചെലവ് 1.35 ലക്ഷം കോടി രൂപ എന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തത്. 2020 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് 1.2 ലക്ഷം കോടി രൂപയെ ആയുള്ളൂ എന്നതിന്റെ പശ്ചാത്തലത്തിൽ വേണം ഈ 1.35 ലക്ഷം രൂപയെ നമ്മൾ കാണാൻ. പോൾ സർവേ അനുസരിച്ച് വിജയിച്ച സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ ഈ 1.35 ലക്ഷം കോടി മറ്റേതൊക്കെയോ രീതിയിൽ അഴിമതിയിലൂടെ ഇതേ ജനപ്രതിനിധികൾക്ക് തന്നെ കൈക്കലാക്കാമായിരുന്നല്ലോ. മാധ്യമങ്ങളെക്കാൾ ക്രിമിനൽ സ്വഭാവമുള്ളതാണ് യൂട്യൂബ് ജേർണലിസ്റ്റുകളുടെ തെരഞ്ഞെടുപ്പ് പ്രവചനം. മാധ്യമങ്ങൾക്കുള്ള സോഴ്സ് ഒന്നും ഇക്കൂട്ടർക്കില്ല. ആകെയുള്ളത് ഒരു ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ മാത്രം. അവർ സർവേയും നടത്താറില്ല. എല്ലാം സ്വന്തം ത്രികാല ജ്ഞാനത്തിൽ നിന്ന് തന്നെ കണ്ടെത്തും. വെളിപാടായി പറയും ഇന്ന സ്ഥാനാർത്ഥി ഇത്ര വോട്ടിന് ജയിക്കും എന്ന് പറയുന്ന ചില ഹാർഡ് കോഡ് ക്രിമിനൽ ജേർണലിസ്റ്റുകൾ ഇവരുടെ ഇടയിലുണ്ട്. കൂടുതൽ കൃത്യത ഉണ്ടാകുമ്പോൾ കൂടുതൽ ക്രെഡിബിലിറ്റി ഉണ്ടാകും എന്നാണ് ഇവർ കരുതുന്നത്. പ്രവചനം നടത്തുമ്പോൾ ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് പറഞ്ഞതുപോലെ അല്ലേ കാര്യങ്ങൾ കൃത്യമായി നടന്നത് എന്നൊക്കെ ഇവരങ്ങ് ചോദിച്ചു കളയും. ഇവരാരാണ്? ജേർണലിസ്റ്റുകളോ ജ്യോത്സ്യന്മാരോ അതോ രണ്ട് തൊഴിലിനെയും ചില്ലറ തുട്ടുകൾക്ക് വേണ്ടി കൂട്ടിക്കൊടുക്കുന്ന പിമ്പുകളോ? ഇലക്ഷൻ കമ്മീഷന് പോൾ സർവേകൾ ബാൻ ചെയ്യാൻ കഴിയുമോ? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324 ഉപയോഗിച്ച് ഇലക്ഷൻ കമ്മീഷൻ പോൾ സർവേ ബാൻ ചെയ്യണമെന്ന് നിയമ മന്ത്രാലയം പണ്ട് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 7 പ്രകാരം അത്തരമൊരു ബാൻ നടപ്പിലാക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്. കാരണം എല്ലാ എക്സിക്യൂട്ടീവ് തീരുമാനങ്ങളും ഭരണഘടനയുടെ 77 ആർട്ടിക്കിൾ അനുസരിച്ച് പ്രസിഡന്റിന്റെ പേരിലാണ് വരേണ്ടത്. ഇലക്ഷൻ കമ്മീഷൻ അത് നേരിട്ട് ചെയ്യാൻ കഴിയില്ല. ലാ കമ്മീഷന്റെ 255ാമത് റിപ്പോർട്ടിൽ 3 കാരണങ്ങൾ കൊണ്ട് പോൾ സർവേ നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർവേ നടത്തുന്ന ഏജൻസികളുടെ ക്രെഡിബിലിറ്റി പൊതുജനത്തിനെ ബോധ്യപ്പെടുത്തണം. സർവേ നടത്താൻ ഉപയോഗിച്ച മെത്തഡോളജിയും ഡേറ്റയും പൊതുജനത്തിനും ലഭ്യമാകുന്ന രീതിയിൽ വേണം. സർവേകൾ വെറും പ്രവചനങ്ങൾ മാത്രമാണെന്ന് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് റിസൾട്ട് അല്ല, ഇത് പ്രവചനങ്ങളാണ്.
മറ്റെല്ലാ പ്രവചനങ്ങളും പോലെ ആണ് ഇതിനകത്ത്. ഇത് റിയാലിറ്റിയുമായിട്ട് ഒരു ബന്ധവുമില്ല. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു പോൾ സർവേ നടത്തിയ ആളുകളോട്, പത്രങ്ങളോട് അവരുടെ ഡേറ്റ് ഒന്ന് കാണിച്ചു തരാൻ പറ, അവരാരും കാണിച്ചു തരത്തില്ല. ബാക്കി എല്ലാത്തിനും ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ അതിന്റെ ഡേറ്റ നമുക്ക് അവൈലബിൾ ആണ്. ഈ സ്ഥാപനങ്ങൾ നടത്തുന്ന പോൾ സർവേയുടെ ഡേറ്റ നമുക്ക് അവൈലബിൾ ആണ്. അല്ല, അവർ റിസൾട്ട് മാത്രമേ പറയുന്നു. പക്ഷെ നമ്മുടെ നാടല്ലേ, ഒന്നും നടക്കില്ല ഇവിടെ. അഴിമതിയും കെടുകാര്യസ്ഥതയും മറ്റൊരു ക്രിയാത്മകമായ കാര്യവും നടക്കില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാരുടെ കയ്യിൽ നിന്നോ അവരെ പിന്താങ്ങുന്ന കച്ചവടക്കാരിൽ നിന്നോ പണം വാങ്ങി മാധ്യമ സ്ഥാപനങ്ങൾ തങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ പോൾ സർവേ നടത്തി തങ്ങൾ വളച്ചൊടിച്ചെടുത്ത സർവേ ഫലം ചാനൽ ചർച്ചകളാക്കി പൊതുജനത്തെ വഴിതെറ്റിക്കുന്ന രീതി ഇനിയും തുടരും. ഒറ്റ പത്രപ്രവർത്തനം നടത്തുന്ന ലാപ്ടോപ്പ് ജേർണലിസ്റ്റുകൾ ചെറിയ ചെറിയ തുക കൈപ്പറ്റി കൃത്യമായ പ്രവചനമെന്ന രീതിയിൽ തിന്ന ചോറിന് നന്ദി കാണിച്ചുകൊണ്ട് പ്രവചന ജേർണലിസം നടത്തും. ഇത്തരക്കാരെ വിചാരണ കൂടാതെ വെടിവെച്ചു കൊല്ലാനുള്ള നിയമം ഉണ്ടാക്കേണ്ടതാണ്. ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ അത്തരം എക്സ്ട്രീം നിയമങ്ങൾ ചിലപ്പോൾ സഹായിച്ചേക്കാം.